പ്രിയപ്പെട്ടവരെ, ഉത്തരേന്ത്യയിൽ അതിശൈത്യം. ദില്ലിയിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസായി താഴ്ന്നു. ദില്ലി അതിർത്തിയായ ഗുഡ്ഗാവിൽ ഇന്ന് 0 താപനില. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങൾ. പിയാ സുനിൽ, കിടുങ്ങി വിറങ്ങലിക്കുന്നുണ്ടാ? ഗുഡ് മോർണിംഗ്. നല്ല പല്ലുകളൊക്കെ കൂട്ടിയിടിച്ച് നമ്മുടെ പഴയകാലത്തെ ദില്ലിയുടെ തണുപ്പ് പോലെ അല്ലേ? അരുൺ, രാവിലെ ഞാൻ ഈ ലൈവ് തരാനായി ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ റോഡരികിൽ തീ കൂട്ടി ഇരിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിനടുത്ത് നിൽക്കുകയായിരുന്നു. കുറച്ച് നല്ല ചൂടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഡൽഹിയിലെ താപനില 2 ഡിഗ്രിയായി. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2 ഡിഗ്രിയായാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഡൽഹി അതിർത്തിയിലെ ഗുഡ്ഗാവിൽ അത് 0 ഡിഗ്രിയായിരുന്നു. അടുത്ത 2 ദിവസം കൂടി താപനില ഇതേപോലെ തണുത്ത് വിറയ്ക്കുന്ന രീതിയിൽ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ യെല്ലോ അലർട്ടായിരുന്നു. അപ്പോൾ നോക്കൂ, കുറേ ഇവിടെയുള്ള തൊഴിലാളികളൊക്കെയാണ്. അവരൊക്കെ ഇങ്ങനെ തീയൊക്കെ കൂട്ടി ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അബ് കഹാസെ ഇതർ കാം കർ രഹേ? അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന തൊഴിലാളികളാണ്, ഇവരുടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇങ്ങനെ ഈ രാവിലത്തെ വലിയ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ റോഡരികിൽ തീയൊക്കെ കൂട്ടി അവരിങ്ങനെ ചൂട് കായുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുക. നമുക്ക് എല്ലായിടങ്ങളിലും ഇവിടെ ഡൽഹിയിലെ ഏത് സ്ട്രീറ്റിലേക്ക് പോയാലും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. രാവിലെയൊക്കെ ആളുകൾ ഇതുപോലെ തീയൊക്കെ കൂട്ടി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഹരിയാന ആയാലും രാജസ്ഥാൻ ആയാലും ഉത്തർപ്രദേശ് ആയാലും കൊടും തണുപ്പ് തന്നെയാണ്. എല്ലായിടങ്ങളിലെയും താപനില 5 ഡിഗ്രിക്ക് താഴെയാണ്. ഏതാണ്ട് ഇപ്പോൾ ഷിംലയിലുള്ളതിനേക്കാൾ കുറഞ്ഞ താപനില, അതായത് ഹിമാലയൻ സംസ്ഥാനമായ ഷിംലയിലുള്ളതിനേക്കാൾ കുറഞ്ഞ താപനിലയിലേക്ക് ദില്ലിയിലെയും അതിർത്തി സംസ്ഥാനങ്ങളിലെയും താപനില താഴുന്ന ഒരു സ്ഥിതി തന്നെയാണ്. ഒപ്പം തന്നെ ശീതക്കാറ്റുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളോടെ ഇറങ്ങണം എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള വെതർ സ്റ്റേഷൻ സഫ്തർജംഗിലെ വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2.6 ഡിഗ്രിയാണ് താപനില. അപ്പോൾ വരും ദിവസങ്ങളിലും ഇങ്ങനെ കുറഞ്ഞ താപനില തുടരും എന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്. ഓക്കെ, അപ്പോൾ പിയാസുകൾ തണുപ്പൊക്കെ ആസ്വദിച്ചോളൂ. ആസ്വദിക്കാനൊക്കെ പക്ഷേ കുളു മണാലിയിലെ പോലത്തെ ഒരു അവസ്ഥയല്ല എന്ന് പിയാസുകൾ മനസ്സിൽ പറയുന്നുണ്ടാവും. വായുമലിനീകരണം 300-ലൊക്കെ നിൽക്കുന്ന സമയത്ത് ആസ്വദിക്കാനൊക്കെ പറയണമെങ്കിൽ അപാരമായിട്ടുള്ള തൊലിക്കെട്ടി വേണമെന്നായിരിക്കും പിയാസുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ പിയാസുകളിൽ